ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗ ടു സ്റ്റഡി ഇനി. അതായത് ഇനി എങ്ങനെ പഠിക്കാം. ഇനി എങ്ങനെ പഠിക്കാം, ഇനി പഠിക്കാനുള്ള സമയമുണ്ടോ, ഇനി ഒരു മാസമല്ലേ ഉള്ളൂ. ഞങ്ങളാണ് ഈ ആഴ്ച ഇനിയിപ്പോൾ കംപ്ലീറ്റ് ഞങ്ങളുടെ പ്രാക്ടിക്കൽസിൻ്റെ തിരക്കിലാണ്. ദെൻ അടുത്ത മാസമാകുമ്പോഴേക്കും മോഡലുണ്ട്, ഇനി പഠിക്കാൻ പറ്റുമോ, ഇതുവരെ പഠിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഒരു ബോധമൊക്കെ വയ്ക്കുന്നത് പഠിക്കണോ വേണ്ടിയോ, പഠിക്കണമെന്നുള്ളതും മാർക്ക് മേടിക്കണം എന്നുള്ളതും ഇമ്പ്രൂവ്മെൻറ്റും +2 കൂടി എഴുതി A+ മേടിക്കണം. ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് +1 തോറ്റാളായിരിക്കും, പക്ഷേ ആ ഒരു മോട്ടിവേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. +1 ഇമ്പ്രൂവ്മെൻറ്റും എഴുതി +2 എഴുതി തവണ A+ വാങ്ങിക്കണം എന്ന് മോട്ടിവേറ്റഡ് ആയിട്ടും ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ളൊരു മോട്ടിവേഷൻ പ്ലസ് അവർക്കുള്ളൊരു ഐഡിയ, സ്റ്റഡി പ്ലാൻ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു വീഡിയോ ആണിത്. ആദ്യം മുതൽ അവസാനം വരെ കാണാം. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വാല്യുബിൾ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പഠിക്കാൻ സമയമുണ്ടോ? ഇനി പഠിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഇനി പഠിക്കാൻ സമയമുണ്ട്. എങ്ങനെയുള്ളവർക്കാണ് ഇനി പഠിക്കാൻ സമയമുള്ളത്? ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഇനി പഠിക്കാൻ സമയമുണ്ട്. അല്ലാതെ ഉഴപ്പ് നടക്കുന്നവർക്ക് ഇനി പഠിക്കാൻ സമയമില്ല. ഇനി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് കൂടി ഉള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് സ്കൂളൊക്കെ ഏകദേശം എൻഡ് ആയിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ തീർന്നു, കുറേ പേർക്കൊക്കെ ഇനി ഉണ്ട്. എന്നാലും ഏകദേശം ഒരു തീരുന്ന ഒരു സമയമാണ്. ഒരാഴ്ച കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കാണ്, മോഡലിന് മുമ്പൊക്കെ അടയ്ക്കും, സ്റ്റഡി ലീവ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകണം. അപ്പോൾ ഈ മാസത്തിന് കണക്കി എടുക്കുന്നില്ല. ഫെബ്രുവരി മുതൽ നമുക്ക് ഒരു മാസം, മാർച്ച് നമ്മൾ എടുക്കരുത് കേട്ടോ. മാർച്ച് ഒരിക്കലും നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കയറ്റരുത്. മാർച്ച് 1 തൊട്ട് റിവിഷൻ മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ റിവിഷനുള്ളൂ. അപ്പോൾ മാർച്ച് 1 പഠിക്കുന്ന ഒരു മാസമായിട്ട് നമ്മൾ എടുക്കുകയോ വേണം, കണക്കിലെടുക്കേണ്ട ഫെബ്രുവരി 28 അത്രയും ദിവസമാണ് നമുക്ക് 28 ഡേയ്സ് ഉണ്ട്. 28 ഡേയ്സിലേക്ക് സബ്ജക്ട്സ് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാക്കുമല്ലോ, അത് നിങ്ങളുടെ ടൈം ടേബിൾ ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ഹെൽപ്പാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രെയിനിൻ്റെ പീക്ക് ടൈം ഏതാണെന്ന് കണ്ടെത്താം. അത് ചില ആളുകൾക്ക് മോർണിംഗ് ആയിരിക്കും ഏറ്റവും ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുക. അതിരാവിലെ 4 മണിക്കും 4:30ക്കും ഒക്കെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റുന്നവരുണ്ടാകും. ചില ആളുകൾ ലേറ്റ് നൈറ്റ് ആയിരിക്കും. അത് രണ്ടും എന്താണ്, ഒന്ന് മാത്രം നല്ലത് അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റീസ് അനുസരിച്ചിട്ടാണ് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരിക്കലും ഏർലി മോർണിംഗ് എണിച്ച് പഠിക്കാൻ പറ്റാറില്ല. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പഠിക്കാൻ പറ്റാറില്ല. സ്ലീപ്പി ആയിരിക്കും. എന്തൊക്കെ ട്രിക്സ് നോക്കിയിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റാറില്ല. 4 മണിക്കൊന്നും എഴുന്നേറ്റ് എനിക്ക് ബുക്ക് തുറന്ന് പഠിക്കാനേ പറ്റില്ല. ബട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു 8 മണി മുതൽ ഇരുന്ന് പഠിച്ച് അല്ലെങ്കിൽ 7 മണി മുതൽ ഇരുന്ന് പഠിച്ച് രാവിലെ ഒരു 3 മണി വരെ ഇരുന്ന് പഠിക്കാനും 4 മണി വരെ ഇരുന്ന് അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ബട്ട് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ 2 ടൈപ്പ് ആളുകളുള്ളത്. നിങ്ങളുടെ ബ്രെയിൻ പീക്കായിട്ടിരിക്കുന്ന ടൈം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ടൈം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ആ ടൈമിൽ നിങ്ങൾ തിയറി പഠിക്കണം. കുറേ തിയറിയും കുറച്ച് പ്രോബ്ലം പഠിക്കണം. കാരണം തിയറി അല്ലാത്ത സമയത്ത് പഠിച്ച് ഉറക്കം തോന്നും. അപ്പോൾ ലേറ്റ് നൈറ്റേഴ്സ് ആണെങ്കിലും ഏർലി മോർണിംഗ് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിലും കൂടുതൽ തിയറി കുറച്ച് പ്രോബ്ലം ആ സമയത്ത് പഠിക്കാം. അതിനുശേഷം ഉച്ച സമയം എല്ലാവർക്കും ഒരേപോലെയാണ് അല്ലേ, ഉറക്കം തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന ടേബിളിൻ്റെ അടുത്ത് കുറച്ച് സ്നാക്സ്, വാട്ടർ ഇതൊക്കെ കരുതാം. ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. പ്രോബ്ലംസ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പ്രോബ്ലംസ് ഒക്കെ പഠിക്കാം. പിന്നെ അതിനുശേഷം പിന്നെ വൈകിട്ടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം കേട്ടോ. ഒരു 4 മണി 4:30 കഴിയുമ്പോഴേ ഒരു 4:30 to 5:30 സമയം വീട്ടിലിരിക്കുന്ന സമയമാണ് കേട്ടോ പറയുന്നത്. ഫുൾ ഡേ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ 4:30 to 5:30 സമയത്ത് ഈവനിങ് സമയമാണ്. നമ്മൾ നല്ല ടയേർഡായിരിക്കും. ഉച്ചക്കത്തെ ഇതൊക്കെ ഉറങ്ങരുത്, ഉച്ചക്ക് ഉറങ്ങാൻ നിൽക്കണ്ട. ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടയേർഡായിരിക്കും. അതുകൊണ്ട് ഉച്ചക്ക് ഉറങ്ങാൻ നിൽക്കണ്ട. 4:30 to 5:30 ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മുറ്റത്ത് കൂടെ നടക്കുക, ഒന്ന് സൈക്കിൾ ഔട്ടാൻ പോവുക, കടയിൽ പോയിട്ട് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു മണിക്കൂർ വെറുതെ അങ്ങനെ സ്പെൻഡ് ചെയ്യണം. അത് നഷ്ടമാവില്ല. നമ്മുടെ ബ്രെയിൻ ഒന്ന് ബൂസ്റ്റപ്പ് ആയിക്കോളും. ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് വേണമെങ്കിൽ TV ആണെങ്കിൽ TV ആണോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. TV കാണാതെ ഇരിക്കുക മാക്സിമം. അതാണ് പിന്നെ നമ്മുടെ ബ്രെയിൻ സ്ട്രെയിൻഡ് ആവാണ്. ഒന്ന് ഫ്രഷ് അപ്പ് ആക്കുക, മുറ്റത്ത് കൂടെയൊക്കെ നടക്കുക 1 hour. ഇങ്ങനെ ചെയ്യണം എല്ലാ ദിവസവും. ഈ ഒരു ടൈം ടേബിൾ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ടൈം എങ്ങനെ അലോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നത് +1 ഇമ്പ്രൂവ് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, ഇനിയുള്ള 28 ദിവസത്തിൽ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ദിവസത്തിലെ 2 മണിക്കൂർ നിങ്ങൾ ആ ഒരു വിഷയത്തിന് എടുക്കണം.
ഓക്കെ, കാരണം ഇമ്പ്രൂവ്മെൻറ്റ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, +2 ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. 2 മണിക്കൂർ നോർമൽ സ്റ്റുഡൻസ് കേട്ടോ, നോർമൽ സ്റ്റുഡൻസ് എന്ത് ചെയ്തോളണം, ഒരു ദിവസം 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. അതല്ല, നമ്മളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ 199 ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, ഓൾമോസ്റ്റ് ഒത്തിരി പേര് പർച്ചേസ് ചെയ്തു, അപ്പോൾ അവരാണെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. കാരണം അവർ ഓൾറെഡി ആ ക്ലാസ് കാണുന്നുണ്ട്. അത് കൂടാതെ പ്ലസ് എന്ത് ചെയ്താൽ മതി, 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. ആ 1 മണിക്കൂറിലെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഐഡിയാസൊക്കെ കിട്ടി. നിങ്ങൾക്ക് ആദ്യമായിട്ടൊന്നും പഠിച്ചെടുക്കണ്ട, എല്ലാം നമ്മളവിടെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിന് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനും തിയറി പഠിക്കാനും 1 മണിക്കൂർ, ഡെയിലി 1 അവർ ഒരു സബ്ജക്റ്റിന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ അക്കൗണ്ടൻസിയുടെ അഡ്മിഷനാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ് വിഷയങ്ങളുടേത് ഫെബ്രുവരി 1st വീക്ക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇത് ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡഡ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തരുന്ന ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫെബ്രുവരിയിലേക്കാണ് ബാക്കി സബ്ജക്ട്സിൻ്റേത് അഡ്മിഷൻ ഓപ്പൺ ആവുള്ളൂ. ഇനി ബാക്കി വിഷയങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം എന്ന് ചോദിച്ചാൽ അതിനൊരു ടൈം ലിമിറ്റ് ഇല്ല. മാക്സിമം ടൈം ഇരുന്ന് പഠിക്കുക ബാക്കി വിഷയങ്ങൾ. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ആദ്യം പഠിച്ചു, ഓൾറെഡി അറിയാവുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് പിന്നെയും പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചു തീരും. ബാക്കി വിഷയങ്ങൾ ഒരു ദിവസം ഒരു വിഷയം പഠിക്കാൻ നിൽക്കാതെ ഒരു ദിവസം തന്നെ പ്രോബ്ലവും തിയറിയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അക്കൗണ്ടൻസിയും എക്കണോമിക്സും ബിസിനസ്സും ഇംഗ്ലീഷും പഠിക്കണം, സെക്കൻഡ് ലാംഗ്വേജും കുറച്ച് പഠിക്കുക. അങ്ങനെ നിങ്ങൾ നല്ലൊരു ടൈം ടേബിൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിച്ചു തീരുള്ളൂ. മോഡൽ എക്സാമിലേക്ക് പഠിച്ചു തീരണം എന്ന് ഒരിക്കലും എയിം വയ്ക്കരുത്. കാരണം പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല. നമുക്ക് നല്ല തിരക്കുകളാണ്, മോഡൽ എക്സാമും പ്രാക്ടിക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ തീരില്ല. അപ്പോൾ തീരാത്തത് കൊണ്ട് അതിലേക്ക് തീർന്നില്ലല്ലോ, അതെനിക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ടെൻഷൻ അടിക്കുകയും ചെയ്യണ്ട. അതിലേക്ക് തീർക്കണ്ട. മോഡൽ എക്സാമിന് ഇപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. മെയിൻ എക്സാമിനാണ് നമുക്ക് മാർക്ക് വേണ്ടത്. അപ്പോൾ മോഡൽ എക്സാമിന് തീരാത്ത പോർഷൻസ് തന്നെ അവിടെ കിടന്നോട്ടെ. മോഡൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് അത് ബാക്കി പഠിക്കുക. പഠിച്ചിടത്തോളം പോയിട്ട് മോഡൽ എക്സാം എഴുതിയിട്ട് വരാം. നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ ഒരു പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നുണ്ടാവില്ല, നമ്മുടെ എനർജി ഒത്തിരി ലോസ് ആകുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പഠിക്കാനിരിക്കുന്ന ടേബിളിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സ് വയ്ക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് വയ്ക്കുക. എപ്പോഴും ഷുഗർ ബൂസ്റ്റ് ആയിക്കോട്ടെ പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ലെമൺ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷുഗറൊന്ന് ബൂസ്റ്റ് ആകാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അടുത്ത് വെച്ച്, ഉറക്കമൊക്കെ പോകാൻ പാകത്തിന് ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നടന്ന് ആ രീതിക്ക് നല്ല രീതിക്ക് പഠിച്ചാൽ ഇനിയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉച്ച സമയങ്ങളിൽ ഓയിലി ഫുഡ്സ് ഒഴിവാക്കുക. ബിരിയാണി, ഇപ്പോൾ സൺഡേസ് ഒക്കെ ആണെങ്കിൽ ബിരിയാണി, അങ്ങനെ ഗീ റൈസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ചിക്കൻ ബീഫൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ ഒഴിവാക്കുക കുറച്ച് നാളത്തേക്ക്. ഉച്ച സമയത്തുമേ, രാവിലെ കുഴപ്പമില്ല, ഉച്ച സമയത്ത് ഒഴിവാക്കുക. കാരണം അത് പിന്നെയും നമ്മുടെ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം കൂട്ടും, ഉറക്കം തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇനിയുള്ള 28 ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ, ഈ ഒരു രീതി 28 ഡേയ്സ് ഫോളോ ചെയ്താൽ 100% ഷുവറാണ് പഠിക്കാൻ പറ്റും. ഇതാണ് ഹൗ ടു സ്റ്റഡി ഇനി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ വേണമെന്ന് ചോദിച്ചാൽ ആ രീതിക്ക് നമ്മൾ ചെയ്യാം. താങ്ക്